ഹേ ദർ ഫ്രമിലീസ്, സ്പൈഡർ നോയർ ഉടൻ വരുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ ഫ്രമിൻ്റെ അടുത്ത എപ്പിസോഡ് നമ്പർ 7 ബെസ്റ്റ് ലെയ്ഡ് പ്ലാൻസിൻ്റെ പ്രോമോയെക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. ഏറ്റവും മികച്ച പദ്ധതികൾ എന്ന ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം പല പ്ലാൻസാണ് ഈ എപ്പിസോഡിൽ ഒരേ സമയം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കഥാപാത്രമായ ബോയ്ഡ് രാത്രിയുടെ മറവിൽ പുറത്തിറങ്ങുന്ന ഭയാനകരായ മോൺസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധ തിരിച്ച് അവരെ വഴിതെറ്റിക്കാനുള്ള ഒരു വലിയ പദ്ധതിയായിരിക്കാം അതിലൊന്ന്. ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ആ സമയം കൊണ്ട് ജെയ്ഡ് സുരക്ഷിതമായി തുരങ്കങ്ങൾക്കുള്ളിൽ പ്രവേശിച്ച് അവിടെയുള്ള കുട്ടികളുടെ അസ്ഥിപഞ്ജരങ്ങളോ അവശിഷ്ടങ്ങളോ കണ്ടെത്താൻ സാധിക്കണം. ഇത് മാത്രമായിരിക്കില്ല, ബോയ്ഡിൻ്റെ ഇതുവരെ നടപ്പിലാക്കാൻ കഴിയാത്ത പല പ്ലാൻസിനെ കുറിച്ചും ഈ എപ്പിസോഡിൽ ചർച്ചയാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ എപ്പിസോഡ് പ്രൊമോയിൽ നമ്മളൊരു നിർണായക രംഗം കാണുന്നുണ്ട്. കോളനി ഹൗസിൽ വെച്ച് ബോയ്ഡിൻ്റെയും മറ്റ് താമസക്കാരുടെയും കൂടെ ജെയ്ഡ് ഒരു വലിയ മീറ്റിങ്ങിൽ പങ്കെടുക്കുകയാണ്. ഇതിനു മുൻപ് ഒരിക്കലും കോളനി ഹൗസിൽ ഇത്രയും ഗൗരവകരമായ മീറ്റിംഗ് നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ജെയ്ഡിൻ്റെ ഉൾപ്പെടെയുള്ള പല സത്യങ്ങളും അവിടെ തുറന്നു പറയാൻ വലിയ സാധ്യതയുണ്ട്. സിനോപ്സിസിൽ ടൗണിലൊരു താമസക്കാരന് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, അത് മറ്റാരുമല്ല ഹെൻറിയാണ്. ട്രെയിലറിലെ ചില രംഗങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഹെൻറിക്ക് യാഥാർത്ഥ്യബോധം പൂർണ്ണമായി നഷ്ടപ്പെടുന്നതായി നമുക്ക് കാണാം. അയാളുടെ ചിന്തകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വേർതിരിവ് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രെയിലറിൻ്റെ തുടക്കത്തിൽ ബാറിൽ വെച്ച് ഹെൻറി ജെയ്ഡിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, നിനക്ക് ആ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇത് പറയുമ്പോൾ അവിടെ ഒരാശുപത്രിയിൽ രോഗികളുടെ ഹൃദയമിടിപ്പ് അളക്കുന്ന ഹേർട്ട് മോണിറ്ററിൻ്റെ ബീപ്പ് ശബ്ദമാണ് ഹെൻറി അവിടെ കേൾക്കുന്നത്. ഇതിനർത്ഥം സോഫിയുടെ രക്തം ഹെൻറിയുടെ തലച്ചോറിനെയും ചിന്തകളെയും വല്ലാതെ സ്വാധീനിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ്. അന്നത്തെ ആ ഒരു ആക്സിഡന്റിന് ശേഷം താൻ ഇപ്പോഴും ഒരു ആശുപത്രിയിലാണെന്ന് അയാൾക്ക് തോന്നാൻ തുടങ്ങിയതായിരിക്കാം ഇത്. മറ്റൊരു സീനിൽ ഒരു ഡോക്ടർ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലൈറ്റ്സ് മുഖത്തേക്ക് അടിക്കുന്ന പോലെ ഹെൻറി കാണുന്നുണ്ട്. ഇത് വെറും ഒരു തോന്നലോ ഭ്രമമോ മാത്രമല്ല, ജെയ്ഡിന് മുമ്പുണ്ടായ ഹാലുസിനേഷൻസിനേക്കാൾ ഭയാനകമായ അവസ്ഥയിലൂടെയാണ് ഹെൻറി ഇപ്പോൾ കടന്നു പോകുന്നത്. ഏതാണ് യഥാർത്ഥ ലോകം, ഏതാണ് സ്വപ്നം എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഹെൻറിയുടെ യാഥാർത്ഥ്യബോധം തകർന്നിരിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളെല്ലാവരും ഒരു സ്വപ്നത്തിലാണ് ജീവിക്കുന്നതെങ്കിലോ എന്നൊരു ചിന്ത സോഫിയ ഹെൻറിയുടെ മനസ്സിലേക്ക് ബോധപൂർവ്വം കുത്തിവെച്ചിരുന്നു. അത് സത്യം തന്നെയാണെന്ന് ഹെൻറിക്ക് ഒരു ബോധമുണ്ടാക്കാനുള്ള ചില കളികളാകാം ഇത്. ഈ ഒരു ബാറിൽ വെച്ച് മാത്രമല്ല ഹെൻറിക്ക് തോന്നലുകൾ ഉണ്ടാകുന്നത്. അയാൾ താബീത്തയുടെ വീട്ടിലേക്ക്, കൃത്യമായി പറഞ്ഞാൽ അവരുടെ അടുക്കളയിൽ നിൽക്കുന്നതായും അവിടെ വെച്ചും ഇത്തരം ഭ്രമങ്ങൾ അയാളെ വേട്ടയാടുന്നതായും നമുക്ക് കാണാം. മുന്നേ ഒരിക്കൽ പ്രേതബാധ നടന്ന പോലെ കണ്ട അതേ സ്ഥലമാണിത്. ഈ ഒരവസ്ഥ തുടരുകയാണെങ്കിൽ ഹെൻറി ആബിയെ പോലെ മാറാൻ വലിയ സാധ്യതയുണ്ട്. താനിപ്പോഴും ആശുപത്രി കിടക്കയിലാണെന്നും ഇതൊരു ദുസ്വപ്നം മാത്രമാണെന്നും ഉറച്ചു വിശ്വസിച്ചേക്കാം. കാരണം ഈ ശപിക്കപ്പെട്ട ടൗണിൽ ഉണരുന്നതിന് തൊട്ടു മുമ്പ് ഹെൻറി ഒരു കാർ ഇടിച്ചിരുന്നല്ലോ. താൻ കോമയിലാണെന്നും മരിച്ചാൽ മാത്രമേ ഈ സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ കഴിയൂ എന്നും അയാൾ ചിന്തിച്ചേക്കാം. എന്നാൽ ആബിയെ പോലെ മറ്റ് ഗ്രാമവാസികളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ സാധ്യതയില്ല. കാരണം കൈ തോക്കില്ല. എല്ലാ തോക്കുകളും ബുള്ളറ്റുകളും ഇപ്പോൾ ബോയ്ഡിൻ്റെ പക്കലാണ്. എങ്കിലും ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേയൊരു വഴി മരണം മാത്രമാണെന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ അയാൾ ശ്രമിച്ചേക്കാം. ഗ്രാമവാസികൾ ഹെൻറിയുടെ വാക്കുകൾ വിശ്വസിക്കുമോ? പ്രത്യേകിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ഡോണ മരിക്കുകയും പിന്നീട് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്ത സാഹചര്യത്തിൽ. ഡോണയുടെയും മരണവും തിരിച്ചുവരവും ഇതൊരു സ്വപ്നമാണ്, മരിച്ചാൽ ഉണരാം എന്നവരുടെ തെറ്റിദ്ധാരണയെ ഒരുപക്ഷെ മാറ്റി എഴുതിയേക്കും. മരണമാണ് ഈ നൈറ്റ്മെയറിൽ നിന്നുള്ള ഏക പോംവഴി എന്ന ചിന്തയ്ക്ക് അത് മങ്ങലേൽപ്പിക്കുകയും ചെയ്യും. ഡോണ മരിച്ച ആ ഒരു കുറച്ച് സമയത്തിനുള്ളിൽ അവർക്ക് എന്തെങ്കിലും കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകുമോ, അല്ലെങ്കിൽ വേറെ ഫീലിംഗ് വല്ലതും ഉണ്ടായിട്ടുണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഈ സീരീസിൽ മരിച്ച ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആദ്യത്തെ മനുഷ്യൻ ഡോണയാണ്. സ്മൈലിയെ കൂട്ടണ്ട, അവൻ മോൺസ്റ്റർ അല്ലേ. ചിലപ്പോൾ വിക്ടറിനെ കൊല്ലാൻ സോഫിയ ഹെൻറിയെ പ്രേരിപ്പിച്ചേക്കാം. ടൗണിലുള്ളവരാരും ഹെൻറിയുടെ മരണത്തേറി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ സ്വന്തം മകനെ കൊന്ന് രക്ഷിക്കാനും അതിനുശേഷം സ്വയം മരിക്കാനും ഹെൻറി തീരുമാനമെടുക്കുകയൊക്കെ ചെയ്താൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. കോളനി ഹൗസിൽ ഹെൻറി നിൽക്കുന്നതായ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം വിക്ടറിനെ തിരിഞ്ഞു വന്നതാണോ? കഴിഞ്ഞ എപ്പിസോഡിൽ വിക്ടർ പറഞ്ഞ ആ ഒരു താമസക്കാരനെ പോലെ ഹെൻറി മാറുമോ? രക്ഷപ്പെടാനുള്ള വഴി നോക്കി ഒടുക്കം കോളനി ഹൗസിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത ആ താമസക്കാരനെ പോലെ. കാര്യങ്ങൾ ഓരോ തവണയും ടൈം ലൂപ്പ് പോലെ ആവർത്തിക്കപ്പെടുന്നതുകൊണ്ട് ഹെൻറിയും പഴയ അതേ തെറ്റുകളിലേക്ക് തന്നെ സ്വയം എടുത്ത് ചാടുമോ എന്ന് പറയാൻ പറ്റില്ല. അടുത്തൊരു ക്രൂഷ്യൽ ഷോട്ടിൽ നമ്മൾ കാണുന്നത് വിക്ടറിനെയും തബീത്തയും ഈദനെയുമാണ്. അവർ ഉപേക്ഷിക്കപ്പെട്ട കാറുകളുടെ ആ ശവപ്പറമ്പിൽ എന്തോ തിരിയുന്നു. യെല്ലോ സ്വീഡ്മാൻ വന്ന ആ ബ്രൗൺ കാറിലാണ് അവിടെ പ്രധാന അന്വേഷണം. അവിടെ വെച്ച് വിക്ടറിന് കാറിനുള്ളിൽ നിന്ന് പഴയൊരു സഞ്ചി കിട്ടുന്നുണ്ട്. ആ കിഴി കാണുമ്പോൾ അവൻ വല്ലാതെ ഭയപ്പെടുന്നതായി ട്രെയിലറിലുണ്ട്. എന്തായിരിക്കാം ആ ബാഗ് കണ്ടപ്പോൾ വിക്ടർ ഇത്രയധികം ഭയപ്പെടാൻ കാരണം? ആ സഞ്ചി മഞ്ഞക്കളവൻ്റെ ആയിരിക്കുമോ? ഒരുപക്ഷെ ആ ബാഗിനുള്ളിൽ അയാളുടെ ഇരകളുടെ ശരീരഭാഗങ്ങളോ വേറെ ഓർമ്മക്കുറിപ്പുകളോ മറ്റോ ഉണ്ടായിരിക്കുമോ? മുന്നത്തെ എപ്പിസോഡുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്, സോഫിയ അല്ലെങ്കിൽ മാനിനിലേക്ക് കൊല്ലപ്പെടുത്തുന്നവരുടെ ഓർമ്മയ്ക്കെന്നോണം എന്തെങ്കിലും ഒരു ട്രോഫി സൂക്ഷിക്കുന്ന പതിവുണ്ട്. പാസ്റ്ററിൻ്റെ പല്ല് വലിച്ചൂരി എടുത്തത് നമ്മൾ കണ്ടതല്ലേ. ഇനി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം വിക്ടറിന് ഞെട്ടലുണ്ടാവുന്നത്. പുറത്തു വന്ന മറ്റൊരു പ്രൊമോ സ്റ്റിലിൽ താബീത്തയും ഈദനും മിറാണ്ടയുടെ കാറിന് മുമ്പിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. 2ാം സീസണിലെ 5ാം എപ്പിസോഡിൽ നമ്മൾ കണ്ട അതേ കാറ് തന്നെയാണിത്. ഈ കാറ് തൊടുമ്പോൾ മാനിനിയെ കുറിച്ച് തബീത്തയ്ക്ക് എന്തെങ്കിലും വെളിപാടുകൾ ഉണ്ടാവുമോ?
കാരണം വിക്ടർ മുമ്പ് ഈ ഒരു പോയിന്റിൽ വെച്ച് എലോയ്സിൻ്റെ ഉൾപ്പെടെയുള്ള ചില പഴയ രഹസ്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതേ സ്ഥലത്ത് വെച്ച് താബിത്തയ്ക്കും പഴയകാലത്തെ ചില കാര്യങ്ങൾ ഓർമ്മ വന്നേക്കാം. എന്തായാലും വിക്ടർ ആ ബ്രൗൺ കാറിലെ സഞ്ചിയിൽ കണ്ട കാര്യങ്ങളിൽ ഒട്ടും സന്തോഷവാനല്ല എന്ന് ഈ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് താബിത്ത മറ്റൊരു കാർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ട്രെയിലർ ഷോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ടൗണിൽ മുമ്പ് നടന്നതോ അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നതായ കാര്യങ്ങൾ അവർ വിഷൻസായി കാണുന്നത് വളരെ സാധാരണമാണ്. കാരണം മിറാണ്ട ഈ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ പല കാര്യങ്ങളും കണ്ടിരുന്നു. അതാണ് അവർ ചിത്രങ്ങളായി വരച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ജിം എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്നും ഏത് കൃത്യം സ്ഥലത്ത് വെച്ചാണ് അയാൾ മരിക്കുന്നതെന്നും താബിത്ത് ഒരു പക്ഷേ വിഷൻസിലൂടെ കണ്ടേക്കാം. ചിലപ്പോൾ അതിൻ്റെയാകും ഈ ഒരു ഷോട്ട്. ജിം മരിച്ചത് എവിടെ വെച്ചിട്ടാണെന്ന് ഇപ്പോഴും അവിടെ ആർക്കും അറിയില്ലല്ലോ. ഒരുപക്ഷെ ഇങ്ങനെ താബിത്തയ്ക്ക് ലഭിക്കുന്ന ഒരു അറിവിലൂടെ ആയിരിക്കാം എവിടെയാണ് തിരയേണ്ടതെന്ന് ജൂലിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പോകുന്നത്. 3-ാം സീസണിൻ്റെ അവസാനം കണ്ട പോലെ ജൂലി കൃത്യസ്ഥലത്തേക്ക് കൂടി എത്തണമെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം അവിടെ നടക്കേണ്ടതുണ്ട്. തുടർന്ന് നമ്മൾ കാണുന്നത് എൽജിനും ജൂലിയും ഡൈനറിൽ ഇരിക്കുന്നതാണ്. എൽജിൻ്റെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ജൂലി ചോദിക്കുമ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന പരീക്ഷണത്തിൻ്റെ ഒരു ഭാഗമാണെന്നാണ് അവൻ മറുപടി നൽകുന്നത്. തനിക്ക് ഈ ദുരവസ്ഥ വരുത്തി വെച്ചത് മറ്റാരുമല്ല, കുറച്ചു മുമ്പ് ജൂലി കെട്ടിപ്പിടിച്ച സാറയാണെന്ന സത്യം എൽജിൻ അവളോട് തുറന്ന് പറയുമോ എന്ന് നമുക്ക് കണ്ടറിയണം. ഒരുപക്ഷെ എൽജിന് സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്ന ജൂലി മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാൻ തീരുമാനിച്ചേക്കാം. കാരണം വരാൻ പോകുന്ന 8th എപ്പിസോഡിൻ്റെ സിനോപ്സിസിൽ ഏറ്റവും മോശമായ കാര്യങ്ങൾ നേരിടാൻ താബിത്തയെയും ഈതനെയും വിക്ടർ സഹായിക്കും എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവിടെ ജൂലിയെക്കുറിച്ച് യാതൊരു പരാമർശവുമില്ല. ഇതിനർത്ഥം ജൂലി അവരോടൊപ്പം ഉണ്ടാകില്ല എന്നാണ്. അവൾ ഒന്നുകിൽ ഔട്ട് ഓഫ് സ്ക്രീൻ ആകാം, അല്ലെങ്കിൽ ഭൂതകാലത്തിലേക്കുള്ള വളരെ വലിയൊരു യാത്രയുടെ തിരക്കിലായിരിക്കാം. ഓർക്കുക, ജൂലി ആ മാർട്ടിനെ വീണ്ടും പോയി കാണേണ്ടത് അനിവാര്യമാണ്. കാരണം മുമ്പ് ആദ്യമായി സ്റ്റോറി വാക്കിംഗ് നടത്തിയപ്പോൾ മാർട്ടിൻ അവളെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. അതായത് അവർ തമ്മിൽ ആ സമയത്തിന് മുമ്പ് ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട് എന്നല്ലേ അതിനർത്ഥം. അതുമാത്രമല്ല, മാനിന്യൂലെ ഒന്നിലധികം ടൈം പീരീഡിൽ അവൾ കണ്ടുമുട്ടാനും സാധ്യതയുണ്ട്. പ്രൊമോയുടെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് ബോയ്ഡ് കോളനി ഹൗസിൽ വെച്ച് ആദ്യമായി ഒരു വലിയ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതാണ്. അവിടെ സോഫി ഉൾപ്പെടെ എല്ലാവരും പ്രസൻ്റാണ്. താൻ നടപ്പിലാക്കാൻ പോകുന്ന ഒന്നോ അതിലധികമോ പ്ലാൻസിനെ കുറിച്ച് ബോയ്ഡ് എല്ലാവരോടും വിശദീകരിക്കുന്നുണ്ടാകാം. ഈ പദ്ധതികൾ വിജയിക്കണമെങ്കിൽ കോളനി ഹൗസിലെയും ടൗണിലെയും എല്ലാ ആളുകളുടെയും സഹായം ബോയ്ഡിന് അത്യാവശ്യമാണ്. ബോയ്ഡിൻ്റെ ഈ പദ്ധതികൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരിക്കാം റിലീസായ ഒരു സ്റ്റില്ലിൽ സോഫിയ അവിടെയുള്ളൊരു താമസക്കാരനെ ലക്ഷ്യം വയ്ക്കുന്നതായി കാണിക്കുന്നത്. എന്തായാലും ബോയ്ഡ് തൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും സോഫിയുടെ മുന്നിൽ തുറന്നു തന്നെ പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 3-ാം സീസൺ മുതൽ തന്നെ ബോയ്ഡിൻ്റെ ചിന്താഗതികളിൽ വലിയ മാറ്റങ്ങൾ വന്നിരുന്നു. മോൺസ്റ്റേഴ്സിൽ നിന്ന് ഓടി ഒളിക്കുകയോ അവരെ കൊല്ലാൻ ശ്രമിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരിൽ ഒരാളുടെ ജീവൻ പിടികൂടുക എന്നൊരാശയമായിരുന്നു ബോയ്ഡ് മുന്നോട്ട് വെച്ചത്. കാരണം വെറുതെ അവരെ കൊന്നിട്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഈ മോൺസ്റ്റേഴ്സ് സംസാരിക്കുന്നവരാണ്, ചിന്തിക്കാൻ കഴിവുള്ളവരാണ്. കൂടാതെ ഈ നാട്ടുകാർക്കറിയാത്ത പല രഹസ്യങ്ങളും അവർക്കറിയാം. അതിനാൽ അവരിൽ ഒരാളെ ജീവനോടെ പിടികൂടുക എന്നത് മാത്രമാണ് ഉത്തരങ്ങൾ കണ്ടെത്താനുള്ള ഏറ്റവും മികച്ച വഴി. മുമ്പൊരിക്കലിങ്ങനെ പറഞ്ഞപ്പോൾ ഡോണ പ്രതികരിച്ച പോലെ അതൊരു അസാധ്യമായ കാര്യമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുകയാണ്. പസിലിലെ പീസസ് എല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി കൂടിച്ചേരാൻ തുടങ്ങിയിരിക്കുന്നു. ഒന്നാമതായി തനിക്ക് ആങ്കുവി കുട്ടികളുടെ അസ്ഥികൾ കൊണ്ടുവരാൻ തുരങ്കങ്ങളിലേക്ക് ഇറങ്ങേണ്ടതുണ്ട് എന്ന് ജെയ്ഡ് കണ്ടെത്തുന്നു. വളരെ പഴയൊരു കൂട്ടവിലയുടെ ചോരക്കറയുടെ മുകളിലാണ് ഈ സ്ഥലം നിർമ്മിച്ചിരിക്കുന്നതെന്നും ഈ ശാപം മനസ്സിലാക്കാനും അത് തകർക്കാനും ഈ അസ്ഥികളാണ് സഹായകമെന്നാണ് ജെയ്ഡിൻ്റെ വിശ്വാസം. എന്നാൽ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം ആ ടണൽസാണ് ഈ മോൺസ്റ്റേഴ്സിൻ്റെ പ്രധാന വാസസ്ഥലം എന്നതാണ്. രാക്ഷസന്മാരവിടെ ഉള്ളപ്പോൾ ജെയ്ഡ് അവിടേക്ക് പോകുന്നത് സ്വന്തം കുടി കൊണ്ട് തന്നെ തുല്യവും. ഇവിടെയാണ് ബോയ്ഡിൻ്റെ ബുദ്ധി ഉണരുന്നത്. മോൺസ്റ്റേഴ്സിനെ തുരങ്കത്തിൽ നിന്ന് പുറത്തിറക്കാൻ ബോയ്ഡ് ഒരു കെണി ഒരുക്കും. ഇതിലൂടെ ജെയ്ഡിന് സുരക്ഷിതമായി അകത്ത് കയറാൻ സാധിക്കും. എന്നാൽ ഇത്രമാത്രമാണോ ബോയ്ഡിൻ്റെ ലക്ഷ്യം? അല്ല. ഈ അവസരം ഉപയോഗിച്ച് രാക്ഷസന്മാരിൽ ഒരാളുടെ ജീവൻ പിടികൂടാനും ബോയ്ഡ് പദ്ധതി തീരുമാനിക്കാം. കാരണം ഓൾറെഡി ലിസ്റ്റിലുള്ളതാണത്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്ക് നമ്മൾ എത്തുന്നത്. സ്മൈലി. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഫാത്തിമയും സ്മൈലിയും തമ്മിൽ വളരെ വിചിത്രമായൊരു കണക്ഷൻ ഉള്ളതായി പ്രസ്താവിക്കുന്നുണ്ട്. ജന്മം നൽകിയ ശേഷം സ്മൈലിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഫാത്തിമയ്ക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അവർക്കിടയിൽ നമുക്ക് മനസ്സിലാത്ത എന്തോ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. ഈ ബന്ധം സത്യമാണെങ്കിൽ സ്മൈലിയെ കണ്ടെത്താനോ അവനെ കിണിയിൽ വീഴ്ത്താനോ അവനുമായി സംസാരിക്കാനുള്ള ഏക മാർഗം ഫാത്തിമയായിരിക്കും. ട്രെയിലറിൽ ബോയ്ഡ് പറയുന്ന ഒരു ഡയലോഗ് വളരെ ശ്രദ്ധേയമാണ്. അവർ നിങ്ങളെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നെങ്കിൽ അതിനർത്ഥം അവർ നിങ്ങളെ ഭയപ്പെടുന്നു എന്നതാണ്. ബോയ്ഡിൻ്റെ ചിന്താഗതിയിൽ വന്ന വലിയൊരു മാറ്റമാണ് ഈ വാക്കുകൾ കാണുന്നത്. മോൺസ്റ്റേഴ്സിനെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന പഴയ വിശ്വാസം അയാൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ രാക്ഷസന്മാർക്കും ഭയമുണ്ടായിരിക്കാം എന്നയാൾ ചിന്തിച്ച് തുടങ്ങിയിരിക്കുന്നു. തീർച്ചയായും ബോട്ടിൽ ട്രീക്ക് അടുത്തേക്ക് എത്തിയ മിറണ്ടയെ കണ്ടിട്ടും ജിമ്മിനടുത്തെത്തിയ ജൂലിയെ കണ്ടിട്ടും അതുവരെ നടന്നുകൊണ്ടിരുന്ന മോൺസ്റ്റേഴ്സ് ഓടിയത് വെറുതെ അല്ലല്ലോ. അപ്പോൾ അവരിലും ഭയമുണ്ട്. 6ാമത്തെ എപ്പിസോഡിൽ ഫ്രം സീരീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം വീണ്ടും ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. വിശ്വാസം. നിങ്ങളുടെ വിശ്വാസങ്ങൾക്ക് ഈ ലോകത്തെ മാറ്റാൻ കഴിയും. ഭയം എപ്പോഴും ദുസ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നു. എന്നാൽ അതേസമയം ഹോപ്പ്, പ്രതീക്ഷകൾക്ക് നല്ല കാര്യങ്ങളെയും യാഥാർത്ഥ്യമാക്കാൻ കഴിയും. പണ്ട് കാട്ടിൽ പ്രധാനപ്പെട്ടതും
ആവശ്യകരമായ കാര്യമുണ്ടെന്ന് ബോയ്ഡ് വിശ്വസിച്ചുകൊണ്ടാണ് ഒടുക്കം ആ ടാലിസ്മാൻസ് കണ്ടെത്താൻ കഴിഞ്ഞത്. അതുപോലെ ഫാത്തിമ ഗോലത്തി നിർമ്മിച്ചത് പ്രതീക്ഷയുടെയും ഭയത്തിനെതിരെയുമുള്ള പോരാട്ടത്തിൻ്റെയും പ്രതീകമായിട്ടാണ്. അതുകൊണ്ട് തങ്ങൾ ഇനിയും ഇരകളായി തുടരേണ്ടതില്ലെന്നും തിരിച്ചടിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നും ബോയ്ഡ് വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ബോയ്ഡിൻ്റെ ഡേഞ്ചറസ് പ്ലാൻസിനെ പറ്റി നമുക്ക് വെറുതെ ഒന്ന് ഊഹിക്കാം. ആദ്യപടി തുരങ്കങ്ങളിൽ നിന്ന് രാക്ഷസന്മാരെ തന്ത്രപൂർവ്വം പുറത്തിറക്കുക. പിന്നെ ആ സമയം ഉപയോഗിച്ച് ജെയ്ഡിനെ തുരങ്കത്തിൽ പ്രവേശിപ്പിച്ച് കുട്ടികളാസ്തികൾ എടുക്കാൻ അനുവദിക്കുക. മൂന്നാം പടി ഫാത്തിമയും സ്മൈലിയും തമ്മിലുള്ള ബന്ധം ഉപയോഗിച്ച് സ്മൈലിയെ മറ്റു രാക്ഷസന്മാരിൽ നിന്നും ഒറ്റപ്പെടുത്തുക. അതിനുശേഷം ടാലിസ്മാൻസ് വെച്ചിട്ട് സംരക്ഷിക്കപ്പെട്ട ഒരു സ്ഥലത്ത് അവനെ ബന്ദിയാക്കുക. ഈ ടാലിസ്മാൻസ് രാക്ഷസന്മാരെ പുറത്തുനിന്ന് അകത്തേക്ക് കയറാൻ അനുവദിക്കാത്തതുപോലെ തന്നെ അകത്തു നിന്ന് പുറത്തേക്ക് പോകുന്നതിൽ നിന്ന് തടയുമോ എന്ന് പരിശോധിക്കാൻ ഈ ഒരു നീക്കം വളരെ ഗുണമുള്ളതാണ്. തീർച്ചയായും എല്ലാം തീവിച്ചിട്ടുള്ള കളിയാണ്. ഈ ഒരു പദ്ധതി നടന്നാൽ, അത് വിജയിച്ചാൽ ചരിത്രത്തിൽ ആദ്യമായി ബോയ്ഡിന് ജീവനുള്ള ഒരു രാക്ഷസനെ ചോദ്യം ചെയ്യാൻ ലഭിക്കും. അതിന് ഏറ്റവും മികച്ച ചോയ്സ് സ്മൈലി തന്നെയാണ്. കാരണം സ്മൈലി മറ്റ് മോൺസ്റ്റേഴ്സിനെ പോലെയല്ല. അവനൊരിക്കൽ മരിക്കുകയും പിന്നീട് ഫാത്തിമയിലൂടെ വളരെ ദുരൂഹമായ രീതിയിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തവനാണ്. അതുകൊണ്ട് തന്നെ അവൻ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരിക്കാം. തമാശ എന്ന പോലെ സ്മൈലിയുടെ അമ്മയാണ് ഫാത്തിമ എന്ന് പറയാമെങ്കിലും ഇവർക്കുള്ള ഒരു കണക്ഷൻ വെച്ചിട്ട് സ്മൈലിയെ സ്വാധീനിക്കാനോ അവനെ ശാന്തനാക്കാനോ അല്ലെങ്കിൽ അവനിൽ നിന്ന് വിവരങ്ങൾ പുറത്തെടുക്കാനോ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ചിലപ്പോൾ അവളായിരിക്കും. എന്നാൽ ഇതിലൊരു വലിയ അപകടം പതിയിരിപ്പുണ്ട്. ഫാത്തിമയും സ്മൈലിയും തമ്മിലുള്ള ഈ ബന്ധം രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അനുഭവിക്കാൻ കഴിയുന്നതാണ്, ഒരു 2-വേ കണക്ഷൻ. അതുകൊണ്ട് തനിക്കായിരിക്കുന്ന കെണിയെക്കുറിച്ച് സ്മൈലിക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെ സംഭവിച്ചാൽ ബോയ്ഡിൻ്റെയും മറ്റുള്ളവരുടെയും പദ്ധതികൾ മുഴുവൻ തകിടം മറിയും. എന്തായാലും വലിയ പദ്ധതികൾ നടക്കുന്നതൊക്കെ 9ാമത്തെ എപ്പിസോഡിലായിരിക്കും നമ്മൾ കാണാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. കാരണം അതിനു മുമ്പ് നമുക്ക് മറ്റൊരു പ്രധാന സീൻ കാണേണ്ടതുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നിന്ന് വ്യക്തമായ കാര്യമാണ് സെറ്റിൽമെൻറ്റ്സിൽ വെച്ച് കൊല്ലപ്പെട്ട റോജർ ടൗണിലേക്ക് എത്തപ്പെട്ടു വന്നത്. അതും ഒരു ഭീകര രൂപത്തിൽ. ഷെഡിലാണ് അവനെ കിടത്തിയിട്ടുള്ളത്. മുന്നത്തെ ഒരു ട്രെയിലറിലായി സോഫി പറയുന്നില്ലേ, കളിക്കാനുള്ള സമയമായെന്ന്. സോഫി എന്തായാലും ഇപ്പോൾ കോളനി ഹൗസിൽ എത്തിയിട്ടുണ്ട്. ട്രെയിലർ രംഗത്തിൻ്റെ ചുറ്റുപാടും നോക്കിയാൽ അത് ഷെഡ് പോലെ തന്നെ ഉണ്ട്. ഒരുപക്ഷെ റോജറിനെ അവൾ ജീവൻ നൽകി ഉണർത്തുന്നതിലൂടെ അവിടെ വലിയൊരു ഞെരിപ്പൻ സന്ദർഭം അരങ്ങേറാൻ സാധ്യതയുണ്ട്. അഥവാ റോജർ മോൺസ്റ്ററായി എഴുന്നേറ്റാൽ എല്ലാവരും ഭയപ്പെടുന്നതോടൊപ്പം തന്നെ താബിയത്തേക്കും ഡോണയ്ക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പാവകളെ കൊല്ലാനുള്ള ടോട്ടംസ് ഷെഡിലുണ്ട് എന്നുള്ളത്. അപ്പോൾ എലിസും ഈതനും അതെടുത്ത് കുത്തിയാൽ റോജർ മരിക്കും. ഇങ്ങനെയൊക്കെ ഇനി നടക്കുമെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല. നമുക്ക് കണ്ടു തന്നെ അറിയാം. ജസ്റ്റ് എക്സ്പെക്റ്റേഷൻസ് മാത്രമാണ്. ഇങ്ങനെ നടന്ന കോളനി ഹൗസിന് മുന്നിലെ ഈ ഒരു രംഗത്തെയും നമുക്ക് റിലേറ്റ് ചെയ്യാം. സ്മൈലിയെ പോലെ റോജർ മോൺസ്റ്റർ വീണ്ടും വരുമോ എന്നുള്ള ഭയത്താൽ കുഴിച്ചിടുന്നതിന് പകരം കത്തിച്ചാരമാക്കുന്നതാകാം ഇത്. കണ്ടില്ലേ, കോളനിവാസികൾ ഒരു വൈക്ലഭ്യത്തോടെ നോക്കിക്കാണുന്ന പോലെയുണ്ട് ആ കാഴ്ച. എന്തായാലും സീരീസിൻ്റെ അങ്ങോട്ടുള്ള ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നൊരു എപ്പിസോഡായിരിക്കും ഇതെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. സീ യു ലവ്ലീസ്.